ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ അശ്വിൻ നോക്കുമ്പോഴേക്കും ശ്രുതി ഡാൻസ് കളിക്കുകയാട്ടോ. അപ്പോൾ ശ്രുതിയുടെ ഡാൻസ് കാണുമ്പോഴേക്കും അശ്വിൻ ആകെ അന്താളിച്ച് പോവാണ്. കാരണം വേറൊന്നുമല്ല, ആ പാട്ടിൽ ശ്രുതിയുടെ കൂടെ ഒരു പെണ്ണാണ് ആണിൻ്റെ വേഷമിട്ട് ഡാൻസ് കളിക്കുന്നത്. അപ്പോൾ അശ്വിൻ വിചാരിക്കും അത് അശ്വിനെ കളിയാക്കിയിട്ടാണ് ശ്രുതി ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ആ പാട്ടിലെ വരികളും കൂടി ആകുമ്പോഴേക്കും അശ്വിന് ദേഷ്യം വരും കേട്ടോ. അങ്ങനെ അശ്വിൻ ആകെ ദേഷ്യം വന്നിരിക്കുന്ന സമയത്ത് ശ്രുതിയുടെ അവസാനത്തെ പെർഫോമൻസ് ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ കളിക്കുന്ന പെർഫോമൻസ്, ആ പെർഫോമൻസ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. എല്ലാവരും അടിച്ച് പൊളിച്ച് അതുപോലെ തന്നെ ശ്രുതിയുടെ കൂടെ തന്നെ ആഘോഷിച്ച് അങ്ങോട്ട് കളിക്കുവാണ്. എനിക്കൊക്കെ ഒരുപാട് തുള്ളുന്നുണ്ട് കേട്ടോ. അത് കാണുമ്പോഴേക്കും അശ്വിനാണെങ്കിൽ ദേഷ്യം വരും. അശ്വിൻ അപ്പം തന്നെ എനിക്കെന്നെ പിടിച്ചിട്ട് ഇങ്ങനെ, എനിക്ക് നീ എന്തായി കാണിക്കണത് എന്നൊക്കെ പറഞ്ഞ് പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അതിനുശേഷം ഡാൻസ് കഴിയുമ്പോഴേക്കും എല്ലാവരും ശ്രുതി എടുത്ത് പറയാം, ജഡ്ജസ് വരെ പറയും കേട്ടോ, ശ്രുതി നല്ല സൂപ്പറായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല, അടിപൊളിയായിരുന്നു ഈ പെർഫോമൻസ്, നല്ല എനർജറ്റിക് ലെവൽ കൂടുതലായിരുന്നു, സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അങ്ങനെ പറയുമ്പോഴേക്കും ശ്രുതിക്ക് വല്ലാത്ത സന്തോഷം തോന്നും. ശ്രുതി അങ്ങനെ റൂമിലേക്ക് പോകുന്ന സമയത്താണ് അവിടേക്ക് അശ്വിൻ വരുന്നത്. അശ്വിൻ വന്നിട്ട് പറയുന്നുണ്ട്, നിന്റെ ഡാൻസ് വളരെ മനോഹരമായിരുന്നു കേട്ടോ, താങ്ക്സ് സർ എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രുതി വിചാരിക്കും മനോഹരമായത് കൊണ്ട് തന്നെയായിരിക്കും അങ്ങനെ പറഞ്ഞതെന്നാണ് ശ്രുതി വിചാരിക്കണം. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് അശ്വിൻ പെട്ടെന്ന് തന്നെ പറയണത്, അതെ ശരിക്കും പറഞ്ഞാൽ നീ എന്നോടാണ് നന്ദി പറയേണ്ടത്, കാരണം നീ എന്നെ കളിയാക്കിയിട്ടാണല്ലോ ആ ഡാൻസ് കളിച്ചത്. സാർ എന്തൊക്കെയാണ് പറഞ്ഞത്, ഞാൻ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാണ് സാറി പറയണത്. മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങൾ. ശ്രുതികുമാരി ലക്ഷ്മി, നീ അപ്പോൾ ആ ഡാൻസ് കളിച്ചതും ആ ഡാൻസിൽ അഭിനയിച്ചതൊക്കെ നീ എന്നെ കളിയാക്കിയിട്ടുണ്ട്, എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് മാത്രമല്ല, ഇവിടെ കൂടിയേക്കണത് എല്ലാവരും എന്നെ നോക്കി ചിരിച്ചും ചെയ്തു. അപ്പോൾ അതിനർത്ഥം എല്ലാവരും എന്നെ കളിയാക്കണമെന്നാണ്. അപ്പോൾ നീ എന്നെ കളിയാക്കിയിട്ടാണ് നീ ആ പെർഫോമൻസിൽ സ്കോർ ചെയ്തത്. അപ്പോൾ അതിനർത്ഥം നീ എന്നോട് നന്ദി പറയണം എന്നൊക്കെ പറയുമ്പോൾ ആ ശ്രുതിയാണെങ്കിൽ ആകെ ഞെട്ടിപ്പോകുകയാണ്. പക്ഷേ അശ്വിനൊന്ന് കളിയാക്കി കൂടി പോകണ്ട്. ഇനിയും പെർഫോമൻസ് കിടക്കുമല്ലേ, ഇനി നിൻ്റെ ഒരു പെർഫോമൻസ് ബാക്കി ഇത്രയും നിങ്ങളുടെ അവിടെ നിന്ന് ബാക്കിയുള്ളൂ. പക്ഷേ ഞങ്ങളുടെ അവിടെ നിന്ന് ഇനി 3 പെർഫോമൻസ് ഉണ്ട്, ആരാ ജയിക്കണമെന്ന് ഒന്ന് കാണാം എന്ന് പറയുകയാണ്. അതിനുശേഷം അശ്വിൻ അവിടെ നിന്ന് പോകുക കേട്ടോ. അശ്വിൻ പോയി കഴിയുമ്പോഴേക്കാണെന്നുണ്ടെങ്കിൽ ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ, ഈ മനുഷ്യനെന്താ ഇങ്ങനെയൊക്കെ പറയണത് എന്ന രീതിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് നമ്മുടെ ശ്യാം കയറി വരുന്നത്. ശ്യാമിനാണെങ്കിൽ ശ്രുതിനെ ആ വേഷത്തെ കണ്ടിട്ട് എന്താ പറയുന്നത്, എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം ശ്രുതിനെ അത്രമാത്രം ഇഷ്ടമാണ്. അത് അവളുടെ മുൻപിൽ ഒന്നുകൂടി മനസ്സ് തുറന്ന് പറഞ്ഞു, എനിക്ക് നീലത് പറ്റില്ല, ഇനിയിപ്പോൾ ഭീഷണിയെ ഇതുള്ളൂ. കാരണം സ്നേഹത്തോടെ പറഞ്ഞിട്ട് ശ്രുതി ഒന്നും കേൾക്കുന്നില്ല, അഭിനയിച്ച് കാണിച്ചു, എന്നിട്ട് ശ്രുതിക്ക് മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് ഇനി ഭീഷണിപ്പെടുത്തിയ വാകിയുള്ളൂ എന്ന് മനസ്സിലാക്കി ശ്യാം ശ്രുതിയുടെ അടുത്തേക്ക് പോവാണ്. ശ്രുതിയുടെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് നീലത് പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യിലിങ്ങനെ പിടിക്കുക കേട്ടോ. ശ്രുതിയാണെങ്കിൽ ആരെങ്കിലും കയറി വരും. ശ്രുതിക്കാണെങ്കിൽ ആകെ ടെൻഷനാണ്, കാരണം ഈ കല്യാണം മുടങ്ങിപ്പോകും ശ്യാം കാരണം. എല്ലാവരും ഇങ്ങനെ മറച്ചു വെക്കുമ്പോൾ ഈ ശ്യാമായിട്ട് തന്നെ എല്ലാം തുറന്നു പറയുമെന്നൊരു ടെൻഷനുണ്ട് ശ്രുതിക്ക്. അങ്ങനെ ശ്യാമാണെങ്കിൽ ശ്രുതിയുടെ കയ്യിൽ കയറി പിടിച്ചിട്ട് ബലം പിടിച്ച് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൊട്ടപ്പുറത്ത് നിന്നിട്ട് നമ്മുടെ അശ്വിനാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഗ്ലാസിൻ്റെ തൊട്ടിപ്പുറത്ത് നിന്നിട്ട് അശ്വിൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്ലാസ് ഉള്ളത് കൊണ്ട് ഇവർ പറയണതും ഇവർക്ക് അശ്വിൻ പറയണതൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ പെട്ടെന്നാണ് ശ്യാം ഇങ്ങനെ അശ്വിനിങ്ങനെ കണ്ട പോലെയും കാണാത്ത പോലെ ആയിട്ട് അവിടെ നിന്ന് പോയി കഴിയുമ്പോഴേക്കും ശ്രുതി അവിടെ നിന്ന് കരയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അശ്വിൻ വിചാരിക്കും അശ്വിൻ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ശ്രുതി കരയണമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അങ്ങനെ അവസാന പെർഫോമൻസ് ആകുമ്പോഴേക്കും ശ്രുതി ആകെ ഡെസ്പായിട്ടാണ് സ്റ്റേജിലേക്ക് വരുന്നത്. ശ്രുതിയുടെ അത്രയും നേരം ഉണ്ടായിരുന്ന ആ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ തന്നെ പോകും കേട്ടോ. അതിനുശേഷം പറയുന്നുണ്ട് ശ്രുതിയുടെ കൂടെ പാർട്ട്ണറായിട്ട്, അതായത് ഇപ്പോൾ കളിച്ച പോലത്തെ ഒരു പെണ്ണുണ്ടല്ലോ, അതുപോലത്തെ വേറൊരു പെണ്ണുണ്ടായിരുന്നു ഡാൻസ് കളിക്കാനായിട്ട്. അപ്പോൾ ആ പെണ്ണ് എത്തിയിട്ടില്ല എന്ന് ശ്രുതിക്ക് മനസ്സിലാവുന്നത്. അയ്യോ പാർട്ട്ണർ എത്തിയിട്ടില്ല, അപ്പോൾ ശ്രുതിയുടെ ഡാൻസ് പെർഫോമൻസ് എന്തായാലും ഒറ്റ കളിക്കുമ്പോൾ എന്തായാലും ആ ഒരു സ്കോർ ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ശ്രുതി തോൽക്കും എന്ന രീതിയിൽ വരും. അപ്പോൾ ശ്രുതി തോൽക്കുമെന്നൊക്കെ അറിയുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയൊക്കെ അങ്ങനെ എല്ലാവരും, അയ്യോ ശ്രുതി തോൽക്കുമല്ലോ, ഈ പെർഫോമൻസിന് സ്കോർ ചെയ്തില്ലെങ്കിൽ ശ്രുതി തോൽക്കും എന്നൊക്കെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പറയും കേട്ടോ. അത് കേൾക്കുമ്പോഴെങ്കിൽ അശ്വിനും ടെൻഷനാവും. മാത്രമല്ല ശ്രുതിയാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ചിരിക്കും. ശ്രുതി വിഷമിച്ചിരിക്കുന്നത് ശ്യാം അങ്ങനെയൊക്കെ പെരുമാറിയല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് ശ്രുതി വിഷമിച്ചിരിക്കുന്നത്. പക്ഷെ അശ്വിൻ വിചാരിക്കും ശ്രുതിയുടെ ഡാൻസിന് ആ പാർട്ട്ണർ വന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടിട്ടാണ് ശ്രുതി വിഷമിച്ചിരിക്കുകയാണെന്നാണ് അശ്വിൻ വിചാരിക്കുന്നത്. അങ്ങനെ എനിക്ക് അശ്വിനോട് പറയുന്നുണ്ട്, അയ്യോ ശ്രുതിയുടെ പാർട്ട്ണർ വന്നില്ല, ശ്രുതി ഈ പെർഫോമൻസ് സ്കോർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ശ്രുതിയുടെ ടീം തോറ്റുപോകും എന്നൊക്കെ അശ്വിനോട് എനിക്ക് പറയുന്നുണ്ട്. അപ്പോൾ അശ്വിൻ നോക്കുമ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ആകെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ നിൽക്കുവാണ്. ശ്രുതിയുടെ മനസ്സിലാണെങ്കിൽ ശ്യാം ഇങ്ങനെ കയ്യിൽ കയറി പിടിച്ച കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ പാർട്ട്ണർ വന്നിട്ടില്ല എന്നൊക്കെ അഞ്ജലി ഇങ്ങനെ മൈക്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സ്റ്റേജിൽ ലൈറ്റ് എല്ലാം ഓഫ് ആകുമ്പോഴേക്കും എല്ലാവരും അന്താളിച്ച് നിൽക്കേണ്ടത് ആരാ ലൈറ്റ് ഓഫ് ചെയ്യുന്ന രീതിയിൽ. ശ്രുതിയുടെ അടുത്ത് മാത്രം പെട്ടെന്ന് ഒരു ലൈറ്റ് വരുന്നുണ്ട്. അത് ശ്രുതിനെ മാത്രം കാണുന്ന രീതിയിലേക്ക് ഒരു ലൈറ്റ് പെട്ടെന്ന് പ്രത്യക്ഷമാവുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ശ്രുതിനെ കാണുന്നില്ല, എല്ലാവരും ശ്രുതിനെ കൈയടിക്കുന്നുണ്ട്. പെട്ടെന്നാണ് തൊട്ടിപ്പുറത്ത് വേറൊരു ലൈറ്റ് ഇങ്ങനെ കത്തുന്നത്. നോക്കുമ്പോൾ ആ ലൈറ്റിൻ്റെ അടുത്തുനിന്ന് വരുന്നത് നമ്മുടെ അശ്വിനെ കാണുന്ന എല്ലാവരും അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതെന്താ ഇത് സംഭവിക്കണത് എന്ന രീതിയിൽ മനോരമക്കാകെ തല കറങ്ങണ പോലെ ആവുകയാണ്. അങ്ങനെ അശ്വിൻ പെട്ടെന്ന് ശ്രുതിയുടെ അടുത്തേക്ക് വരുവാണ്. അപ്പോഴേക്കും പാട്ട് ഇങ്ങനെ അവർ ഓൺ ചെയ്യുന്നുണ്ട്. പാട്ട് വയ്ക്കുമ്പോഴേക്കും നമ്മുടെ ശ്രുതിനെ
അശ്വിൻ പെട്ടെന്ന് തന്നെ വല്ലാതെ അങ്ങോട്ട് കയറി ഇങ്ങനെ പിടിച്ച് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് ഡാൻസ് കളിക്കുക കേട്ടോ. ശ്രുതിയുടെ കയ്യിലും അതുപോലെ തന്നെ അങ്ങനെ കഴുത്തിലൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടാണ് ഡാൻസ് കളിക്കുന്നത്. ശ്രുതിക്കും വല്ലാത്ത പോലെ ആവുന്നുണ്ട്. ചില സമയത്ത് ശ്രുതി ഇങ്ങനെ അപ്സെറ്റ് ആയിട്ട് നിൽക്കുമ്പോൾ അശ്വിൻ തന്നെയാണ് ശ്രുതിയുടെ അടുത്ത് പോയിട്ട് വീണ്ടും ഡാൻസ് കളിക്കുന്നത്. ആ സമയത്ത് ആകാശ് ആണെങ്കിൽ അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ ഇത് നമ്മുടെ അശ്വിൻ ചേട്ടൻ തന്നെയാണ് ഡാൻസ് കളിക്കുന്നത്, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇല്ല അച്ഛാ, ഇതൊരിക്കലും അശ്വിൻ ചേട്ടനല്ല, ഇത് വേറെ ആരുമാണ്, നമ്മുടെ ചേട്ടനല്ല ചേട്ടാ. അച്ഛാ ഇത് എൻ്റെ ചേട്ടൻ ഒരിക്കലും ഇങ്ങനെ ഡാൻസ് കളിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ, എടാ മോനെ നീ ഏത് സ്വപ്ന ലോകത്താണ്, ശരിക്കും നോക്ക് അത് നമ്മുടെ അശ്വിൻ തന്നെയാടാ എന്ന് പറയുകയാണ്. അതേസമയം നമ്മുടെ അഞ്ജലി ആണെങ്കിൽ എൻ്റെ ശ്യാമേട്ട എനിക്ക് ഇത് നമ്മുടെ അശ്വിൻ തന്നെയാണോ എന്ന് പറയുമ്പോൾ ശ്യാമേണെങ്കിൽ ആകെ ദേഷ്യം വരും കേട്ടോ. എനിക്കടുത്ത് അഞ്ജലി പറയണ്ടേ, എന്നെ ഒന്ന് പിച്ചിക്ക്, ഇത് സ്വപ്നമല്ലെന്ന് ഒന്ന് വിചാരിക്കാനാന്ന് പറയുമ്പോൾ എനിക്ക് നന്നായിട്ടൊരു പിച്ച് കൊടുക്കും കേട്ടോ നമ്മുടെ അഞ്ജലിക്ക്. എന്ന് പറയുമ്പോഴേക്കും കണ്ടില്ലേ ഇത് സ്വപ്നമൊന്നുമല്ല, അത് നമ്മുടെ അശ്വിൻ പ്രോ തന്നെയാണ്, എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ കൈയടിച്ച് പാസ്സാക്കുവാണ്. നമ്മുടെ ശ്രുതിയുടെ അമ്മായിയും അമ്മയൊക്കെ വായ വിളിച്ചിരിക്കുകയാണ്, കാരണം അവരുടെ പെർഫോമൻസ് അത്ര സൂപ്പറാണ് കേട്ടോ. അങ്ങനെ സിനിമയിൽ എങ്ങനെയാണ് ഡാൻസ് കളിക്കുന്നത് അമ്മാതിരി തന്നെയാണ് അവർ ഡാൻസ് കളിക്കുന്നത്, അതിനേക്കാളും നന്നായിട്ടാണ് ഡാൻസ് കളിക്കുന്നത്. അങ്ങനെ ശ്രുതിയുടെയും അശ്വിൻ്റെ ഡാൻസ് പെർഫോമൻസ് കഴിയുമ്പോഴേക്കും ഒരു 5 മിനിറ്റോളം, അതായത് ഇതുവരെ എല്ലാ പാട്ടും പകുതിയോളമല്ല കാണിച്ചത്, ഇവരുടെ പാട്ട് ഫുള്ളായിട്ട് കാണിക്കും കേട്ടോ. അങ്ങനെയാണ് ഹിന്ദിയിലൊക്കെ, ചിലപ്പോൾ ഇതിലും ഫുള്ളും കാണിക്കുമായിരിക്കും. അങ്ങനെ അശ്വിൻ്റെയും അതുപോലെ തന്നെ ശ്രുതിയുടെയും പെർഫോമൻസ് കഴിയുമ്പോഴേക്കും എല്ലാവരും കൈയടിക്കുവാണ്. അങ്ങനെ ശ്രുതിക്ക് ഫുൾ മാർക്ക് കിട്ടുവാണ്. അതുകൊണ്ട് തന്നെ ശ്രുതിയുടെ ടീമാണ് ജയിക്കുന്നത്. ശ്രുതിയുടെ ടീം ജയിക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരും ആ നടരാജ വിഗ്രഹം ശ്രുതിയുടെ കൈകളിലേക്ക് ഏൽപ്പിക്കുവാണ്. ശ്രുതിയാണെങ്കിൽ ഡാൻസ് കഴിഞ്ഞിട്ടും നമ്മുടെ അശ്വിൻ ഇങ്ങനെ പിടിച്ച കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് വല്ലാത്ത പോലെ ഇങ്ങനെ നെഞ്ചിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഹെർട്ട് ബീറ്റ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് ശ്രുതിയാണെങ്കിൽ റൂമിൽ പോയിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അശ്വിൻ ഇങ്ങനെ കയ്യിൽ പിടിച്ചതും കഴുത്തിൽ പിടിച്ചതും മുടിയിൽ പിടിച്ചതും അശ്വിൻ ഇങ്ങനെ കറക്കിയതൊക്കെ ആലോചിച്ചിട്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ അശ്വിൻ ശ്രുതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. നിൻ്റെ ഡാൻസ് വളരെ മനോഹരമാണ് കേട്ടോ ശ്രുതി എന്ന് പറയുന്നുണ്ട്. ശ്രുതി ആ സമയത്ത് അശ്വിൻ്റെ മുഖത്തേക്ക് നല്ല നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അശ്വിൻ അവിടെ നിന്ന് പോകാൻ പോകുമ്പോൾ ശ്രുതിനൊന്ന് അടിമുടി നോക്കുവാണ് കേട്ടോ. പറയുന്നുണ്ട്, ഈ ഡാൻസ് കളിച്ചപ്പോൾ നിൻ്റെ ഈ സാരി ഉണ്ടല്ലോ വളരെ സൂപ്പറായിരുന്നു, ഈ സാരിയിൽ നീ മനോഹരിയായിട്ടുണ്ട്, സുന്ദരിയായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോകുകയാണ്. അശ്വിൻ ആദ്യമായിട്ടുണ്ട് ശ്രുതിനെ സുന്ദരിയായിട്ടുണ്ടെന്ന് പറയുന്നത് കാണാനായിട്ട്. ആ ശ്രുതിക്കാണെങ്കിൽ വല്ലാത്ത സന്തോഷമാണോ അതോ സങ്കടമാണോ ശ്യാമിനെ കുറിച്ചിട്ടുള്ള വിചാരമാണോ എന്താണെന്നറിയില്ല. ശ്രുതി അങ്ങനെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ ശരിക്കും ശ്രുതിനെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഹിന്ദിയിലൊക്കെ ആ പെണ്ണ് ശരിക്കും ബൊമ്മ പോലെയാണ് ഇരിക്കുന്നത്, കാരണം അത്ര ഭംഗിയാണ് ആ പച്ച കളർ സാരിയിൽ ആ പെണ്ണെ കാണാനായിട്ട്. ഇതിലും ശ്രുതി അങ്ങനെ തന്നെയാണ്, പിങ്ക് കളർ സാരിയാണ്. അപ്പോൾ അശ്വിൻ അങ്ങനെ നല്ല ഭംഗിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടാണ് അശ്വിൻ അവിടെ നിന്ന് പോകുന്നത്. ശേഷം നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആകെ അന്താളിച്ച് നിൽക്കുകയാണ്. വീട്ടിൽ വരുമ്പോൾ പ്രീതിയൊക്കെ പറഞ്ഞിട്ട്, ശ്രുതി നിൻ്റെ ഡാൻസ് ഭയങ്കര സൂപ്പറായിരുന്നു, എന്നാലും അശ്വിൻ സാർ അങ്ങനെ കളിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചേ ഇല്ല, നീ എന്താ ശ്രുതി ഇങ്ങനെ, നമ്മൾ ജയിച്ചിട്ട് നിനക്ക് എന്തൊരു സന്തോഷമില്ലാത്തതെന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ശ്രുതി പെട്ടെന്ന് എനിക്ക് സന്തോഷമൊക്കെ ഉണ്ട് ചേച്ചി, എനിക്ക് എല്ലായിടത്തും നന്ദിയുണ്ട്, ചേച്ചിയുടെ നന്ദിയുണ്ട്, ആകാശ് സാറിനോട് നന്ദിയുണ്ട്, എല്ലായിടത്തും നന്ദിയുണ്ടെന്ന് പറയുമ്പോൾ പ്രീതി പറയുന്നുണ്ട്, ഞങ്ങളോടത്തല്ല നന്ദി പറയേണ്ടത്, നീ നന്ദി പറയേണ്ടത് അശ്വിൻ സാറിനോടാ, അശ്വിൻ സാറില്ലെങ്കിൽ നിനക്ക് ജയിക്കാൻ പറ്റില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് പ്രീതി അവിടെ നിന്ന് പോകുക. ആ സമയത്ത് നമ്മുടെ ശ്രുതി മനസ്സിൽ വിചാരിക്കുക, അതെ അശ്വിൻ സാറിനോട് തന്നെയാണ് നന്ദി പറയേണ്ടത്, കാരണം അശ്വിൻ സാർ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ നടരാജ വിഗ്രഹം കിട്ടില്ലായിരുന്നു എന്ന് ശ്രുതി ഇങ്ങനെ മനസ്സിൽ പറയുന്ന ഒരു ഭാഗമുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ബൈ ബൈ.